കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഫാങ്ങിനെയാണ്. അവള് ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അവളുടെ ഫേസ് ഒന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോ അവൾ അവളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് മാറ്റം എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് വേറെ ആരോടുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ഫെലിക്സിനോടാണ്. നീ പേടിക്കാതിരിക്കുക, നിന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല, നീ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ റെഡിയല്ലേ എന്ന് അവൻ ഫാങ്ങിനെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നു. അപ്പോ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഇവള് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവൾക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവൾക്ക് അച്ഛൻ, അമ്മ, അനിയത്തി, ഇവള് ഒക്കെ ചേർന്ന ഒരു ചെറിയ കുടുംബം. സോ അന്നൊരു ദിവസം ഇവര് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്തു പോകാനായിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരുടെ വണ്ടിക്ക് ഓപ്പോസിറ്റ് മറ്റൊരു വണ്ടി വന്നിടിച്ച് ഇവരുടെ കാറ് ആക്സിഡന്റ് ആവുന്നു. ആ ഒരു സ്പോട്ടിൽ തന്നെ അവര് 3 പേരും മരണപ്പെടുന്നു. ഫാങ് മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. എങ്കിലും അവൾക്ക് നല്ല പരിക്കുണ്ട്. അപ്പോഴാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അതൊരു ആക്സിഡന്റ് അല്ല, മനഃപൂർവ്വം ഇവളുടെ ഫാമിലിയെ നശിപ്പിക്കാനായിട്ട് ആരോ കരുതിക്കൂട്ടി അതൊക്കെ ചെയ്തതാണെന്ന്. കാരണം ഇവള് മരിച്ചിട്ടില്ല എന്ന് കണ്ട് ആ ഒരു കില്ലർ ഇവളുടെ അടുത്തേക്ക് വന്ന്, നീ ഒരാളായിട്ട് ഈ കുടുംബത്തിൽ അവശേഷിക്കേണ്ട, നിന്നെയും കൂടി ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം എന്ന് പറഞ്ഞ് ആ ഒരു വണ്ടിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ഓയില് അയാള് തീയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവളെ കരഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്റെ ഫാമിലിയോട് നീ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന്. പക്ഷെ അയാൾ ഒന്നും മിണ്ടാതെ ഡാൻസും കളിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇവൾക്കാണെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. തീയാണെങ്കിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ അച്ഛനോടും അമ്മയോടും അനിയത്തിയോടൊപ്പം ഇവളുടെ ലൈഫും അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ഇവളുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഫെലിക്സ് തന്നെ ആയിരുന്നു. അവനെ കണ്ട ഇവള് അവന്റെ കാല് പിടിച്ച്, എന്നെ ഒന്ന് രക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് കരയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോഴുള്ള ഈ ഒരു സീനാണ്. ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഇവളെ അന്ന് രക്ഷിച്ചത് ഫെലിക്സ് ആണ്. ഇവളുടെ ഫാമിലി മുഴുവനായിട്ട് നശിപ്പിച്ചത് ജിയാങ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട്, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്താലാണ് എന്റെ കുടുംബത്തെ നശിപ്പിച്ചവരെ നിങ്ങൾ എനിക്ക് കാട്ടിത്തരിക എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, നിനക്കുള്ള ആദ്യത്തെ മിഷൻ ഞാൻ തരാൻ പോവാണ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫാങ് ഇപ്പോ ജിയാൻ ഫാമിലിയില്, അതായത് ഇവളുടെ ഫാമിലി നശിപ്പിച്ച ആ ഒരു കുടുംബം ഉണ്ടല്ലോ, ആ ഒരു ഫാമിലിയില് ജോലിക്കായിട്ട് ഇന്റർവ്യൂവിന് എത്തിയിരിക്കുകയാണ്. ആ വീൽ ചെയറിലുള്ളത് ആ ഒരു ജിയാങ് ഫാമിലിയിലെ ഫസ്റ്റ് ടൈം മാസ്റ്റർ ആണ്. അവന്റെ പേര് ജിയാങ് മിങ്ലങ് എന്നാണ്. നമുക്ക് അവനെ മിങ് എന്ന് വിളിക്കാം. അവനൊരു ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, നടക്കാൻ പറ്റില്ല. ഇവളുടെ ഫാങ് എന്നുള്ള യഥാർത്ഥ പേര് മാറ്റി മറ്റൊരു പേരിൽ, അതായത് ഷിങ്ടിങ് എന്ന മറ്റൊരു പേരിലാണ് ഇവള് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നിങ്ങള് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തതാണല്ലോ, പിന്നെന്താ ഈ ജോലി ചെയ്യാനായിട്ട് വന്നതെന്ന് ചോദിക്കുന്നു. എന്ത് ജോലിയാണെന്ന് വെച്ചാൽ അവൾ അവിടുത്തെ ഒരു വേലക്കാരിയുടെ പോസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ, ഡിഗ്രി കൊണ്ടിരുന്നാല് എനിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ സമ്പാദിക്കണം എന്ന് പറയുമ്പോൾ ഇവൻ അതെന്തിനാണെന്ന് ചോദിക്കുന്നു. കാരണം ഞാൻ നിങ്ങളെ പോലെ ഒരു ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് കാത് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ സർജറിക്കും മറ്റുമായിട്ട് പൈസ എനിക്ക് ആവശ്യമാണ്. സോ എനിക്ക് ഈ ജോലി എന്തായാലും ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇവൻ, ശരി, ഈ ജോലിക്ക് കയറേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, പക്ഷെ ഞാൻ നിന്നെ ഹയർ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോ അവള് ഇവന്റെ അടുത്തേക്ക് വന്ന്, എനിക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും, നിങ്ങളുടെ 2 കാലുകളായിട്ട് ഞാൻ മാറും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇവനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ അവളോട്, നിങ്ങൾ എന്ന് മുതലാണ് ജോലിക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം ഇവരുടെ ആ ഒരു ഫസ്റ്റ് മിഷൻ അതായിരുന്നല്ലോ. അങ്ങനെ ഇവൾക്ക് അവിടെ ജോലി ചെയ്യാൻ ചാൻസ് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെയാണല്ലോ ഇവള് പിന്നീട് സ്റ്റേ ചെയ്യേണ്ടത്. അങ്ങനെ ഇവള് അവളുടെ റൂമിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഒരു മെയ്ഡ് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ ഇവളും ബാത്റൂമില് കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഫെലിക്സ് കയറി വരുന്നു. അവൾക്ക് മുന്നേ തന്നെ അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് വെച്ചാല്, ഈ ജിയാൻ ഫാമിലി മറ്റാരുടേതുമല്ല, നമ്മുടെ ഫെലിക്സിന്റെ തന്നെയാണ്. ഇവൻ മെങ്ങിന്റെ അങ്കിളാണ്. അങ്കിൾ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഏജ് ഒന്നും ഇല്ല കേട്ടോ. സ്വന്തം ഫാമിലിയാണ് എന്ന് കരുതി ഇവനിക്ക് ഒരു കടപ്പാടും ഈ ഒരു കുടുംബത്തോടില്ല. കാരണം ഇവനെ അവരെല്ലാരും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇവന്റെ ഫാമിലി കൊല്ലാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഇവൻ രക്ഷപ്പെടുത്തിയതും അവളെ ഇപ്പോ ഇവനിക്കും കൂടി പ്രതികാരത്തിനായിട്ട് യൂസ് ചെയ്യുന്നതും. അപ്പോ ഇവൻ അവളോട് വന്ന്, ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ട് ആണല്ലോ നീ, നിന്റെ സംസാരം കൊണ്ട് എന്തായാലും നീ ഇവിടെ കയറി പറ്റിയല്ലേ, ഞാൻ എന്തായാലും അതിന് നിനക്കൊരു റിവാർഡ് തരാൻ പോവാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും പുറത്തു നിൽക്കുന്ന ആ ഒരു ജോലിക്കാരി ഇവളോട്, മാഡം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ, വീഴ വല്ലതും ചെയ്തോ, ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുന്നു. ഇവളെ വെയിറ്റ് ചെയ്ത് മിങ്ങും ആ ഒരു റൂമിൽ തന്നെയുണ്ട്. അവര് അകത്ത് വന്നാല് എന്തായാലും ഇവനെ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവള്, അയ്യോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അവരെ തടയുന്നു. അവരകത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇവൻ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. ഇവൾക്കുള്ള റിവാർഡ് അതാണ്. അവൾ അവനോട് അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇതാണോ നിങ്ങളുടെ മിഷൻ എന്ന്.
അതേന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. അതിനുശേഷം ഇവള് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തു വരുമ്പോ അവിടെ മിങ്ങിനെ കണ്ട് ഇവളൊന്ന് പതറുന്നുണ്ട്. കാരണം ഫെലിക്സ് അകത്തുണ്ടല്ലോ. മിങ്ങാണെങ്കിൽ ആ ബാത്റൂമിലിട്ട് നോക്കുന്നുണ്ട്. അപ്പോ അതേപോലെ ശ്രദ്ധിച്ചിട്ട് അവരുടെ ആ ഒരു കള്ളത്തരം പൊളിയാതിരിക്കാനായിട്ട് മിങ്ങിനോട് അവള് ഞാൻ നിങ്ങളെ പുറത്ത് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കാലിന് മാത്രമേ ശക്തി കുറവുള്ളൂ, കൈകള് നല്ല സ്ട്രോങ് ആണ്, ഞാൻ തനിയെ പോയിക്കൊള്ളാം, നീ ഇന്ന് ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, ഇന്ന് തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്യണ്ട, റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നാളെ മുതൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. മിങ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഫെലിക്സ് പുറത്തേക്ക് വന്ന് വീണ്ടും ഇവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. അവളാണെങ്കിൽ അവനോടൊപ്പം നിങ്ങൾക്ക് എന്താ വട്ടാണോ, ഇത് ജിയാങ് ഫാമിലിയാണ് എന്ന് പറയുമ്പോൾ ഇവൻ നീ ഒരു കാര്യം മറന്നോ, ഞാനും ഈ ഫാമിലി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവള് എനിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോൾ അതായത് ഇവളുടെ ഫാമിലിയുടെ കൊലപാതകത്തെ കുറിച്ച്. അപ്പൊ അവൻ നിന്റെ കുടുംബത്തിന്റെ ആക്സിഡന്റുമായിട്ട് ഈ ഫാമിലിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിനക്ക് ഇതുവരെ ഉറപ്പില്ല, ഒരു സംശയം മാത്രമല്ലേ ഉള്ളത്, പക്ഷെ അത് കൺഫേം ചെയ്തോളൂ, ഈ ഫാമിലിക്ക് നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ തീർച്ചയായും പങ്കുണ്ടെന്ന് പറയുന്നു. അതായത് അവളുടെ കുടുംബത്തെ നശിപ്പിച്ചത് ഈ ഫാമിലിയിൽ തന്നെ ഒരാളാണെന്ന് ഉറപ്പാണ്, ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ നീ അടുത്ത മിഷൻ സക്സസ് ആയി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു മിഷൻ ഇവളോട് പറയുന്നു. അപ്പോ ഇവളെ പുറത്തു വന്ന് അതിനുശേഷം അവൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. അവൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ മിങ്ങിന് ഒരു വലിയ ഫാമിലി ആയിട്ട് കല്യാണം പറഞ്ഞു വെച്ചേക്കാണ്, അവൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവൻ ഇനിയും വളരും, അതുകൊണ്ട് തന്നെ ആ ഒരു കല്യാണം മുടക്കണം, താനത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതോർത്ത് നീ ടെൻഷൻ ആവണ്ട, ഞാനതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുറകെ നിന്ന് മിങ് വന്ന് ഇവളുടെ പേര് വിളിക്കുന്നു. ഇവളെ കുറച്ച് ടെൻഷനിലായിരുന്നല്ലോ നിന്നത്, അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് പേടിച്ച് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നു. മിങ് ആണെങ്കിൽ അവളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവനും ആ ഒരു വീൽ ചെയറിന് താഴെ വീഴുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പാടുവിട്ട് മിങ് തന്നെ അവളെ വലിച്ച് കരയിലേക്ക് കയറ്റുന്നു. എന്നിട്ട് ഇവളോട് അവൻ നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഇവള് മിങ്ങിനോട് തിരക്കുന്നു. കാരണം അവൻ വീൽ ചെയറിന് തറയിൽ വീണിരുന്നല്ലോ. ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല, നീ പോയി എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ആക്ക്, അതുമാത്രമല്ല നിന്റെ ഹിയറിംഗ് ആയിട്ടില് വെള്ളം കയറിയിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ അത് ശരിയാക്ക് എന്ന് പറയുമ്പോൾ അവളും അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ താഴെ നടന്ന കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് ഫെലിക്സ് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ അവള് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വരുമ്പോ ഫെലിക്സ് ഇവൾക്ക് ഒരു ഗ്ലാസ് വൈൻ എടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ ഇവിടേക്ക് മിങ്ങിന്റെ അസിസ്റ്റന്റ് പെണ്ണ് വരും സൈൻ വാങ്ങാനായിട്ട്, അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കുടിപ്പിക്കണം, ഇതിലെല്ലാം ഞാൻ ഡ്രഗ്സ് മിക്സ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതായത് മിങ്ങിന്റെ കല്യാണം മുടക്കണമല്ലോ അതിനായിട്ട്. അപ്പോഴേക്കും മിങ്ങിന്റെ അസിസ്റ്റന്റ് സാറാക്കത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. അവളുടെ പേര് റാന എന്നാണ്. റാന അങ്ങോട്ടേക്ക് വരുമ്പോ ഫാങ്ങിന് പെട്ടെന്ന് അവളുടെ മരിച്ചുപോയ സിസ്റ്ററിനെ ഓർമ്മ വരുന്നു. അവളുടെ സിസ്റ്റർ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് അവൾക്ക് ഫീൽ ആവുന്നത്. അവളുടെ അനിയത്തിയാണ് അതെങ്കിൽ ഒരിക്കലും ഇവൾ ആ ചതി അവളോട് ചെയ്യില്ലല്ലോ, ഒരു ചതിയാണല്ലോ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു ഡ്രിങ്ക് റാനയ്ക്ക് കൊടുക്കാതെ അവൾ അത് സ്വയം എടുത്തു കുടിച്ച് ആ ഒരു ഫയലും വാങ്ങിയിട്ട് മിങ്ങിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവള് അകത്തോട്ട് വരുമ്പോ അവൾക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് സർ സോറി എന്ന് പറഞ്ഞ് അവനോട് ക്ലോസ് ആയിട്ട് ഇരിക്കാനായിട്ട് അവളെ ശ്രമിക്കുന്നു. അവളല്ല അവള് കഴിച്ചിരിക്കുന്ന ആ ഒരു ഡ്രഗ്സ് ആണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. അപ്പോ മിങ് ആണെങ്കിൽ നീ എന്താ ഈ കാണിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്ന മട്ടയില്ല. അവനോട് ഒരുപാട് ക്ലോസ് ആയിട്ടാണ് അവളുള്ളത്. അവളാണെങ്കിൽ ഇവനെ കിസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് ഇവൻ കല്യാണം കഴിക്കാനിരിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ അച്ഛനും അവളും മിങ്ങിന്റെ മുത്തശ്ശനൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നു. അവരെ ആ ഒരു സമയം അവിടെ എത്തിച്ചത് നമ്മുടെ ഫെലിക്സ് ആണ്. അവര് വരുന്ന സമയത്ത് ഇവൻ മറ്റൊരു പെണ്ണിനോടൊപ്പം ഉള്ളതാണ് അവരെ കാണുന്നത്. ആ പെണ്ണിനാണെങ്കിൽ അത് ഒട്ടും സഹിക്കാനാവുന്നില്ല. അവളുടെ അച്ഛനും അവളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. വളരെ മോശം തന്നെ, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണോ ഞാൻ എന്റെ മകളെ പറഞ്ഞയക്കാൻ നോക്കിയത്, ഇനി എന്തായാലും ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയുന്നു. ഇവൻ അവരോട് സത്യാവസ്ഥ പറയാൻ വരുന്നുണ്ടെങ്കിലും അവരാരും തന്നെ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇവന്റെ മുത്തശ്ശനാണെങ്കിൽ ഫെലിക്സ് അങ്ങോട്ടേക്ക് വരുമ്പോ ആ പെണ്ണിനെ അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് പോയെന്ന് പറയുന്നു. അങ്ങനെ ഫെലിക്സും വലിയ കാര്യത്തിൽ വന്ന് അത് റാന ആയിരിക്കും എന്ന് വിചാരിച്ച് ആ ഒരു പെണ്ണിനെ തൂക്കിയിരിക്കുന്ന സമയത്താണ് അവനിക്കത് ഫാങ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവനിക്ക് നല്ല ദേഷ്യം വരുന്നു. അവളോട് ചെയ്യാൻ പറഞ്ഞ പണിയല്ലല്ലോ അവളിപ്പോ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവൻ എന്തായാലും അവളെയും തൂക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവനാണെങ്കിൽ ഇവളെ ഒരു റൂമിൽ കൊണ്ട് കളഞ്ഞിട്ട് പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവളുടെ ഉള്ളിലുള്ള സാധനം അവനെ വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇവൻ അവളെ ദേഷ്യം ഒന്ന് പിടിച്ചിട്ട് നിന്നോട് ഞാൻ എന്താണ് ചെയ്യാൻ പറഞ്ഞത്, നീ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്, ഞാൻ ആ സാധനം അവൾക്ക് കൊടുക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ സിസ്റ്ററിനെ പോലെയാണ് തോന്നിയത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചതി അവളോട് ചെയ്യാൻ തോന്നിയില്ല, സോ അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ ഇത് ഏറ്റെടുത്തതെന്ന് പറയുന്നു. അപ്പോ ഫെലിക്സ് ആണെങ്കിൽ അവളോട് നീ കാട്ടിക്കൂട്ടി നിനക്ക് നീ തന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇവള് വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇവനാണെങ്കിൽ പെട്ടെന്ന് അവൾക്ക് അവളുടെ സ്വബോധം തിരിച്ചു കൊണ്ടുവരണമല്ലോ, അതിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റ് ഐസ് ക്യൂബ് എടുത്ത് ഇവളുടെ തലയിലോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവളോട് നിനക്ക് ഇപ്പൊ ബോധം വന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോ അവളും
കുഴപ്പമില്ല, താങ്ക്സ്, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നു. അപ്പൊ ഇവൻ അവളോട് ഞാൻ പറഞ്ഞ കാര്യം നീ എന്താണ് കേൾക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങൾ പറഞ്ഞത് ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്, കല്യാണം മുടങ്ങിയില്ലേ, അത് മാത്രമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത്, ഞാൻ എന്റേതായ വഴിക്കായാലും എന്തായാലും അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ എന്നോട് ഞാൻ ഇങ്ങനെയാണോ ഈ കാലം ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവള് ആ കുട്ടി എന്റെ അനിയത്തിയുടെ അതേ പ്രായമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ അതിലോട്ട് തള്ളിവിടാൻ തോന്നിയില്ല, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ജിയാങ് ഫാമിലി അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവനാണെങ്കിൽ നീ അത്രയ്ക്ക് ജിയാങ് ഫാമിലിയെ രക്ഷിക്കാൻ നോക്കല്ലേ, ഈ ഫാമിലി തന്നെയാണ് നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയെന്ന് നീ മറക്കണ്ട എന്ന് പറയുന്നു. എന്നിട്ട് നീ കൊണ്ടുനടക്കുന്ന ദയൊക്കെ വെറും യൂസ്ലെസ് ആണ്, അത് നിന്നെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല, നീ നിന്റെ ലക്ഷ്യം എന്താണെന്ന് മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അവൻ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഇവള് എത്രയും പെട്ടെന്ന് ആ കൊലയാളിയെ കണ്ടെത്തി അവനെ കൊന്നിട്ട് ഇയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നവള് ഉറപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് മിങ്ങിപ്പോ അവന്റെ മുത്തശ്ശനെ കാണാനായിട്ട് വന്നേക്കാണ്. മുത്തശ്ശൻ നല്ല കലിപ്പിലാണ്. അയാളുടെ കുടുംബ പേരാണല്ലോ ഇവൻ കൊണ്ട് കളഞ്ഞത്, നിനക്ക് സമാധാനായില്ലേ, നീ എന്താ കാട്ടുകൂടി വെച്ചിരിക്കുന്നത് എന്ന് അയാൾ ഇവനോട് ചോദിക്കുന്നു. അയാളാണെങ്കിൽ ഇവനെ പണിഷ് ചെയ്യാനായിട്ട് ഒരു സ്കെയിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, അവനെ തല്ലാനായിട്ട്. അയാള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മുത്തശ്ശനാണ്. മിങ്ങും ആ ഒരു ശിക്ഷ വാങ്ങാനായിട്ട് തന്നെ പോകുമ്പോ ഫാങ് അത് തടഞ്ഞിട്ട് അവള് ആ ഒരു ശിക്ഷ ഏറ്റെടുക്കാനായിട്ട് പോകുന്നു. അവളാണല്ലോ ആ ഒരു തെറ്റ് ചെയ്തത്, മിങ്ങിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവിടെ തന്നെ നമ്മുടെ ഫെലിക്സും ഇരിപ്പുണ്ട്. എന്നാൽ അപ്പോഴേക്കും റാനയും കൂട്ടി മിങ്ങിന്റെ സഹോദരനായിട്ടുള്ള ലീ അങ്ങോട്ടേക്ക് എത്തുന്നു. മുത്തശ്ശ, നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, ഇവൾ അത് നിങ്ങളോട് എല്ലാവരോടും പറയും, നിങ്ങളത് കേൾക്കണം എന്ന് പറഞ്ഞ് ആ ഒരു സത്യം എന്താണെന്ന് റാനയോട് പറയാനായിട്ട് പറയുന്നു. അപ്പോ അവളും മുത്തശ്ശനോട് ഞാൻ ആ ഒരു ഫയല് സൈൻ ചെയ്യാനായിട്ട് വന്നപ്പോ സാറഞ്ഞ റൂമിന് പുറത്ത് ഈ പെണ്ണ് നിൽപ്പുണ്ടായിരുന്നു, ഇവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വൈൻ ഉണ്ടായിരുന്നു, ഉടനെ തന്നെ ഇവൾ അത് കുടിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലും വാങ്ങി ഇവള് അകത്തേക്ക് പോവുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോ ലീ ഉടനെ മുത്തശ്ശനോട് കേട്ടില്ലേ, ഇതാണ് സത്യം, മിങ്ങിന്റെ മാരേജ് മുടക്കാനായിട്ട് ആരോ മനഃപൂർവ്വം തന്നെ ഇത് ചെയ്തതാണെന്ന് പറയുന്നു. നമ്മുടെ ഫെലിക്സിനെയാണ് ഇവൻ കുത്തുന്നത്. അപ്പോ അത് കേട്ട് മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നു. നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മുത്തശ്ശൻ ലീയോട് ചോദിക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചതൊന്നും ഒരു തെളിവല്ലേ, നിങ്ങൾക്ക് ഏതോ സ്ത്രീയിൽ ജനിച്ച ഇവനിക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ചാൽ മതി, ഇവനെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനുള്ള സമയം ഓൾറെഡി കഴിഞ്ഞതാണ്, ഇവൻ കാരണമാണ് എന്റെ ചേട്ടന് കാലികളെ നഷ്ടമായത്, അതൊക്കെ നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ നമ്മുടെ ഫെലിക്സ് മിങ്ങിന്റെ മുത്തശ്ശന്റെ മകനാണ്, മറ്റൊരു സ്ത്രീയിലുണ്ടായ മകൻ. മിങ്ങിന്റെ കാലുകൾ നഷ്ടമായത് ഒരു ആക്സിഡന്റിലാണ്, അവന്റെ പേർക്കാണ് ഈ ഒരു ഫാമിലി സ്വത്തെല്ലാം തന്നെ മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുന്നത്. ഫെലിക്സിന് പോലും അയാൾ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫെലിക്സ് ആണ് ആ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാക്കി മിങ്ങിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ എന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇവനോട് ഇത്ര വെറുപ്പ്. സത്യം എന്താണെന്ന് വെച്ചാൽ ഇവനല്ല ആ ഒരു ആക്സിഡന്റ് നടത്തിയത്, പക്ഷെ അത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല, അവന്റെ അച്ഛൻ പോലും. അപ്പോ മിങ്ങാണെങ്കിൽ അതൊക്കെ കേട്ട് ഓൾറെഡി തന്നെ അങ്കിളിന് എന്നോട് ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഫാങ്ങിനോട് ഈ പെണ്ണ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ചോദിക്കുന്നു. ഈ റാന പറഞ്ഞതൊക്കെ. ഇവളാണെങ്കിൽ എന്ത് പറയണോന്ന് അറിയാതെ നിൽക്കാണ്. അവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കും. സോ അത് മനസ്സിലാക്കി നമ്മുടെ ഫെലിക്സ് എഴുന്നേറ്റ് അതെ അവളത് ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് അവളത് ചെയ്തത്, ഞാൻ ജസ്റ്റ് ഒരു തമാശക്കായിട്ട് ചെയ്തതാ, ഇത് ഇത്ര സീരിയസ് ആവുന്ന കരുതിയില്ല എന്ന് പറയുമ്പോ നീ ഞങ്ങളുടെ കുടുംബ പേര് ഇല്ലാതാക്കിയിട്ടാണോ തമാശ കളിക്കുന്നത് എന്ന് ചോദിച്ച് അവന്റെ അച്ഛനായിട്ടുള്ള മിങ്ങിന്റെ മുത്തശ്ശൻ ഇവന്റെ മുട്ടിൽ തന്നെ അടിച്ച് അവനെ തറയിൽ വീഴ്ത്തുന്നു. നീ കാരണം എന്റെ കൊച്ചുമകന്റെ വിവാഹമാണ് ഇല്ലാതായതോ, എന്റെ ഫാമിലിയുടെ കുടുംബ പേരാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം രീതിയിലുള്ള വാക്കുകളാണ് ഇവനെ ഉപയോഗിക്കുന്നത്. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും. പിന്നെ എങ്ങനെയാണ് ഇവൻ ആ ഫാമിലിക്കെതിരെ റിവഞ്ച് എടുക്കാതിരിക്കുന്നത്? അയാളാണെങ്കിൽ ഇവനെ നല്ലതുപോലെ തന്നെ തല്ലുന്നുണ്ട്. മെങ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷെ ഫാങ്ങിനെ അത് താങ്ങാനാവുന്നില്ല, കാരണം അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവനിപ്പോ അടി വാങ്ങുന്നത്. അവള് ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ അയാളുടെ കൈ കഴിച്ചിട്ട് ഇവനെ അടിക്കാനുള്ള ചുമതല അയാള് ലീയെ ഏൽപ്പിക്കുന്നു. അവനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നു, കാരണം ഫെലിക്സിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ലീക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ ബെൽറ്റ് കൊണ്ട് ആ റഞ്ചം പുറഞ്ചം ഫെലിക്സിനെ തല്ലുന്നു. അവനിക്കത് താങ്ങാനാവുന്നില്ല. അതിനേക്കാളുപരി ആ ഒരു അപമാനവും പട്ടിയെ തല്ലുന്ന പോലെയാണല്ലോ അവരൊക്കെ ഇവനെ തല്ലുന്നത്. പക്ഷെ അതൊക്കെ അവനൊക്കെ ഏറ്റുവാങ്ങിയേ പറ്റൂ. അപ്പോ മെങ്ങാണെങ്കിൽ ഫാങ്ങിനോട് എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പറയുന്നു. അപ്പോ അത് കേട്ട് ഇവള് അല്ല നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് ചോദിക്കുന്നു. അതിന് നീ എന്താ ചെയ്തത്? എന്റെ അങ്കിളല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്, നീ ഇതിലെ കുറ്റക്കാരിയൊന്നല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല എന്ന് പറയുമ്പോ ഇവള് അവനെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോകുന്നതിന് മുന്നേ ഫെലിക്സിനെ ഒന്ന് നോക്കിയിട്ടാണ് അവള് പോകുന്നത്. ലീ ആണെങ്കിൽ അവനെ അടിക്കുന്നുണ്ടെങ്കിലും ഫെലിക്സ് കുറ്റൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം സൈകിട്ട് അവനും നല്ല ഒരെണ്ണം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ലീ ആണെങ്കിൽ റാനയും കൂട്ടി പുറത്തേക്ക് വന്ന് അവളോട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അവര് തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ അത് മറ്റാർക്കും അറിയില്ല, സീക്രട്ട് ആണ്. നീ നിന്റെ ജോലി നല്ലതുപോലെ ചെയ്തു, ഇതിന് ഞാൻ നിനക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തായാലും തരുന്നതായിരിക്കും എന്ന് ലീ പറയുന്നു. അപ്പോ ഇവളവനോട് നിങ്ങളുടെ അങ്കിള് ഇതിന് പിന്നിൽ
ഫാമിങ്ങിലാണെന്നത് ഓക്കെ, പക്ഷെ ഈ കല്യാണം മുടക്കാൻ നീയും ശ്രമിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തീർച്ചയായും, പക്ഷേ എന്തായാലും ആ അങ്കിള് പൊട്ടൻ ഇത് ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് കുറച്ച് പണി എളുപ്പമായി എന്ന് പറയുന്നു. സത്യത്തിൽ ഇവൻ മിങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ പോലും ഫാമിലി കാര്യങ്ങളും സ്വത്തും എല്ലാം തന്നെ മിങ്ങിന്റെ പേർക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവനിക്ക് വലിയ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഇവന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനും ആ ഒരു കല്യാണം മുടക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇതിനു മുന്നേ മിങ്ങിന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് കാല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ. മേ ബി അത് ഇവൻ തന്നെ ചെയ്തതായിരിക്കണം. അപ്പൊ ഇവള് ലിയോട്, അല്ല ആ പെണ്ണ് എന്തിനായിരിക്കും ആ ഡ്രിങ്ക് കുടിച്ചത്, എന്റെ സ്ഥാനത്ത് അവൾ എന്തിനായിരിക്കും പോയത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ആർക്കറിയാം, എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗിലാണ് കാര്യങ്ങളുടെ പോക്ക്, നമുക്ക് വഴിയെ നോക്കാം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മിങ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് ഫാങ്ങിന് കൊടുത്തിട്ട് അടികിട്ടി അങ്കിളിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ടാവും, ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യ് എന്ന് പറഞ്ഞ് വിടുന്നു. അപ്പൊ അത് കണ്ട് ഭയങ്കര ഷോക്കിൽ ഇവള്, സർ നിങ്ങളല്ലേ അദ്ദേഹം ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കിയത്, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇത്ര കൈൻഡ് ആയിട്ട് അദ്ദേഹത്തിനോട് പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ, അങ്കിൾ എന്നോട് എങ്ങനെ പെരുമാറിയാലും അദ്ദേഹത്തിനെ എനിക്ക് വെറുക്കാൻ പറ്റോ, തീർച്ചയായും നമ്മളെല്ലാരും ഒരു ഫാമിലിയല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ ഫുള്ള് ഈ മനുഷ്യൻ എന്ത് നല്ല വ്യക്തിയാണ് എന്നൊരു ചിന്തയാണ്. ഇവരെ രണ്ടുപേരും കൂടി ചേർന്നാണല്ലോ അവനിക്കിട്ട് പണി കൊടുത്തത്, അതിന്റെ ഒരു കുറ്റബോധം ഇവൾക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഫെലിക്സ് ആണെങ്കിൽ അവന്റെ ബോഡി ഫുള്ള് മുറിവ് പറ്റിയിരിക്കുകയാണ്. അമ്മാതിരി അടിയാണല്ലോ അവനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയിൽ അവൻ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവള് മരുന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോ ഫെലിക്സ് അവളോട്, നിന്റെ സ്മാർട്ട്നെസ് കൊണ്ട് എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവള്, നിങ്ങള് ഇത്രയും മോശമായിട്ട് അദ്ദേഹത്തിനോട് പെരുമാറുന്നത് എന്തിനാണ്, മിസ്റ്റർ മിങ് ആണ് നിങ്ങളുടെ മുറിവിൽ മരുന്ന് വെക്കാനായിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനിക്ക് നല്ല ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ പിടിച്ചിട്ട്, ഓ അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഈ ത്യാഗം സഹിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോ പുറത്തായണേ, നീയാണ് എന്നെ ഈ പ്രശ്നത്തിൽ കൊണ്ട് ചാടിച്ചത് എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും അവള് മുഖം തിരിക്കുന്നു. ഞാൻ എന്തായാലും സത്യമാണ് പറഞ്ഞതെന്ന് ഇവള് പറയുന്നു. അപ്പോ അവൻ ഇവളോട്, നീ അവനെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, നിങ്ങൾ അടുത്ത ക്ലൂ തരാനായിട്ട് പറയുന്നു. അതായത് ഇവളുടെ ഫാമിലിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള ആ ഒരു ക്ലൂ. അപ്പോ ഇവനാണെങ്കിൽ, നീ നന്നായിട്ട് വിഷയം മാറ്റുന്നുണ്ടല്ലോ, നിന്റെ കാര്യം മാത്രം അങ്ങ് നടന്നാ മതിയോ, എനിക്ക് കിട്ടിയതിന് നീയും പണിഷ്മെന്റ് അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് അവൻ ബലമായിട്ട് കിസ് ചെയ്തു. അപ്പൊ ഇവളാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാലുകൊണ്ട് തട്ടി താഴെ ഇടുന്നു. ആ ഒരു വലിയ ശബ്ദം കേട്ട് മിങ്ങും ലീയും കൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ഇവൻ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അത് മനസ്സിലാക്കി അവന്റെ അടുത്തുനിന്ന് മാറി ഫസ്റ്റ് എയ്ഡ് ബോക്സ് തറയിൽ വീണത് കൊണ്ട് അത് എടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ചെവിന്ന് ആ ഒരു ഹിയറിംഗ് എയ്ഡ് താഴെ വീഴുന്നു. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അത് അങ്ങോട്ടേക്ക് വന്ന ലീ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ മിങ്ങാണെങ്കിൽ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന്, അത് എന്റെ കയ്യിൽ നിന്ന് ഇത് തറയിൽ വീണതാണെന്ന് പറയുന്നു. അപ്പോ ലീ ആണെങ്കിൽ ഇവളോട്, ഓ അപ്പൊ നിനക്ക് ഹിയറിംഗ് ഡിവൈസ് ഇല്ലാതെയും കാത് കേൾക്കാമല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് അത് ചെവിയില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. അത് നോട്ട് ചെയ്ത് മിങ്ങും ഷോക്കായി പോകുന്നു. അപ്പോ ലീ മിങ്ങിനോട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചേട്ടാ, ഇവൾക്ക് എന്തോ കള്ളത്തരുണ്ടെന്ന്, ആരോ പറഞ്ഞേൽപ്പിച്ച് അഭിനയിക്കുന്ന പോലെയുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവള് അവൾക്ക് ശരിക്കും കാത് കേൾക്കാത്ത പോലെ അഭിനയിക്കാനായിട്ട് തുടങ്ങുന്നു. സർ നിങ്ങൾ എന്റെ ഹിയറിംഗ് ഡിവൈസ് കണ്ടോ, നിങ്ങളാണോ അത് എടുത്തത് എന്നൊക്കെ ഭയങ്കര വെപ്രാളപ്പെട്ട് ചോദിക്കുന്നു. മെയിൻ ആയിട്ടും ലീയുടെ അടുത്ത് ചെന്ന് ഭയങ്കരമായിട്ട് അവനത് എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ ഭയങ്കര സീനാക്കുന്നു അവള്. അവനാണെങ്കിൽ ഇവള് കാണിക്കുന്നതൊക്കെ കണ്ട് ഈ പിണഞ്ഞ് പ്രാന്താണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോ മിങ് തന്നെ ആ ഒരു ഡിവൈസ് എടുത്ത് ഇവൾക്ക് കൊടുക്കുന്നു. അപ്പോ അവള് മിങ്ങിന് താങ്ക്സ് പറയുമ്പോ മിങ്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും എന്ന് പറയുന്നു. അപ്പോ അതൊക്കെ കണ്ട് ഫെലിക്സ്, എടി വേലക്കാരി സംസാരിച്ചു തീർന്നെങ്കിൽ എനിക്ക് വന്ന് ഒന്ന് മരുന്ന് വെച്ചതാ എന്ന് പറയുമ്പോ അവളും അവനിക്ക് മരുന്ന് വെക്കാനായിട്ട് ചെല്ലുന്നു. അപ്പോ മിങ് ലീയോട് നമുക്ക് പോവാമെന്ന് പറയുമ്പോ അവനാണെങ്കിൽ, നിക്ക് ചേട്ടാ എനിക്കൊരു ഡൗട്ട്, അന്ന് ഇവള് ഡ്രഗ് അടിച്ചപ്പോ ഇവളെ അന്ന് കൂട്ടിക്കൊണ്ടുപോയത് അങ്കിൾ ആയിരുന്നില്ലേ, അതെങ്ങനെയാ മാറ്റിക്കൊടുത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോ അത് കേൾക്കുമ്പോ ഈ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ ശ്രദ്ധ മാറി അവന്റെ മുറിവില് വേദനിപ്പിക്കുന്ന രീതിയിൽ അവള് മരുന്ന് വെക്കുന്നു അറിയാതെ. അപ്പൊ അവനിക്ക് നല്ല വേദനിച്ചിട്ട് ഇവൻ ലീ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടും അവനത് കേൾക്കാനായിട്ടും മനഃപൂർവ്വം തന്നെ, നീ എന്തായി കാണിക്കുന്നത്, ഒരു ചെറിയ കാര്യം പോലും നിനക്ക് നേരെ ചൊവ്വ ചെയ്യാൻ അറിയില്ലേ എന്ന് ഫാങ്ങിനോട് ചോദിച്ചിട്ട് ലീയോട്, എനിക്ക് ഇവളോട് ഒരു താല്പര്യവുമില്ല, കാരണം ഇവളൊരു പൊട്ടിയാണ്, ഇവളെ പോലെ ഒരു തീയെ കൂടെ കൂട്ടേണ്ട ഗതികിടന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ലീ, ഓ പറയുന്ന ആള് പിന്നെ നല്ല മാർഗത്തിലൂടെ ഉണ്ടായതാണല്ലോ എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കുമ്പോ മിങ് ലീയോട്, ഒന്ന് മിണ്ടാതിരിക്കട, എന്താ ഈ പറയുന്നത്, നിനക്ക് ബോധമില്ലാണ്ടായോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് മിങ് ഫെലിക്സിനോട്, നിങ്ങൾ എന്തിനാണ് ഇവളോട് ഇത്ര ക്രൂവലായിട്ട് പെരുമാറുന്നത്, ഇവൾക്ക് കാത് കേൾക്കാൻ സാധിക്കില്ലെങ്കിൽ അത് അവളുടെ തെറ്റാണോ, ദയവ് ചെയ്ത് ഇവളോട് ഇത്രയും മോശം രീതിയിൽ പെരുമാറരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഫെലിക്സ് ഇവളോട്, നിന്നെ കഴിവ് ഞാൻ സമ്മതിച്ചു വന്നേക്കുന്നു, എന്ത് പെട്ടെന്ന് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിൽ അവനെ നീ വളച്ചെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അവനോട്, നിങ്ങളെ കുറച്ച് എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഴുക്ക് പറ്റിയാലോ, ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ടവളാണല്ലോ എന്ന്
എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സത്യത്തില് അവൻ അങ്ങനെ സംസാരിച്ചത് ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് ലിയെയും മിങ്ങിനെയും ബോധ്യപ്പെടുത്താനായിട്ടാണ്. പക്ഷെ അവൾക്കത് നല്ല ഹേർട്ടായിട്ടുണ്ട്. അതിനുശേഷം ലീ പുറത്തു വന്ന മിങ്ങിനോട് എനിക്ക് ആ വേലക്കാരി അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല, അങ്കിളും അവളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്, നീ അവളെ അത്രയ്ക്ക് വിശ്വസിക്കണ്ട എന്ന് പറയുമ്പോൾ മിങ് നീ എന്തിനാ അവളെ ഇങ്ങനെ സംശയിക്കുന്നത്, അങ്കിളിനെ പോലെയൊന്നും അല്ല അവള് നല്ല പെൺകുട്ടിയാണ്, അങ്കിള് അവളോട് പെരുമാറുന്ന രീതി കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഇവനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നല്ല ദേഷ്യം വരുന്നോ. എടാ ഞാൻ നിന്റെ അനിയനാണ്, നീ എന്നെയാണോ വിശ്വസിക്കുന്നത് അതോ ഇന്നലെ കയറി വന്ന ആ പെണ്ണിനെയാണോ എന്ന് ചോദിക്കുമ്പോൾ മിങ് തെളിവില്ലാണ്ട് ഞാൻ എങ്ങനെയാണ് നീ പറയുന്നത് വിശ്വസിക്കേണ്ടത്, അവൾക്കെതിരായിട്ട് നമ്മുടെ കയ്യില് ഇപ്പൊ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അവളെ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കല്ല, നീ തെളിവ് കൊണ്ടുവന്നാല് ഞാൻ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഇവനും ശരി നിനക്ക് തെളിവല്ലേ വേണ്ടത്, ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തില് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഫാങ് ആണെങ്കിൽ മിങ്ങിന് വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ എടുത്തോണ്ട് വരികയാണ്. അപ്പോൾ ലീ അവളെ തടഞ്ഞിട്ട് നിന്നെ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ നിനക്ക് കാത് കേൾക്കില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴും എടുത്താനേ എന്ന് പറയുമ്പോൾ അത് മിങ് കേൾക്കുന്നുണ്ട്. അപ്പോ ഫാങ് അവനോട് സർ നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് വ്യക്തമാവുന്നില്ല, ഒന്ന് ഇപ്പുറത്ത് വന്ന് സംസാരിക്കോ, ഈ സൈറ്റിലാണ് ഡിവൈസ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ ഓ നടക്കട്ടെ നിന്റെ ഈ പൊട്ടിയായിട്ടുള്ള അഭിനയം എവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ, തെളിവ് സഹിതം ഞാനിത് പുറത്തു കൊണ്ട് വരുമ്പോഴും ഈ അഭിനയം മോളുടെ കയ്യിൽ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഓരോന്ന് പറയുമ്പോൾ മിങ് എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളെ ബുദ്ധിമുട്ടിക്കരുതെന്ന്, നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഇവള് അവനിക്കുള്ള ഫ്രൂട്ട്സ് അവിടെ കൊണ്ട് വെച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മിങ് അവളെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ ചുറ്റിനും നിൽക്കുന്നവരില് ഏറ്റവും കൂടുതൽ ഞാനിപ്പോ വിശ്വസിക്കുന്ന വ്യക്തി നീയാണ്, എനിക്ക് നിന്നെ വിശ്വസിക്കാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും പിന്നെന്താ തീർച്ചയായും എന്നെ വിശ്വസിക്കാമെന്ന് പറയുന്നു. അപ്പോ മിങ് അവളോട് ഓക്കെ അന്ന് ആ സംഭവത്തിന് ശേഷം എന്റെ ഫിയാൻസെ എന്നോട് മിണ്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അവൾക്ക് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നീ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതിനെന്താ ഞാൻ ഹെൽപ്പ് ആക്കാമെന്ന് പറയുന്നു. അതിനുശേഷം ഇവള് അകത്തേക്ക് വരുമ്പോ ഫെലിക്സ് ഇവളോട് നീ എന്താ മുടക്കിയ കല്യാണം വീണ്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അദ്ദേഹം എന്നോട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്, അല്ലാണ്ട് എന്നെ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഓ അപ്പൊ നീ അവനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതെ എനിക്ക് അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ഫെലിക്സ് അവളെ പിടിച്ചു നിർത്തിയിട്ട് നീ ഈ കല്യാണം അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നിനക്ക് പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ നീ അത് മുടക്കി കഴിഞ്ഞാല് നിനക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ലൂ ഞാൻ തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇവളും അവൾക്ക് അതാണല്ലോ പ്രധാനം, ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവനോട് ഓക്കെ പറയുന്നു. അതിനുശേഷം അവള് മിങ്ങിനോടൊപ്പം അവന്റെ ഫിയാൻസിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ട്രയലൊക്കെ നടത്തുന്ന സമയത്ത് ഇവൾക്കും വേണ്ടി ഒരു ഡ്രസ്സ് എടുത്തോളാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവള് ഇത് തനിക്ക് വേണ്ട, ഇത് ഒരുപാട് വിലപിടിപ്പുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ നീ എന്റെ ഫിയാൻസിക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നതല്ലേ, അതിന്റെ ഒരു താങ്ക്സ് ആയിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്നു. ഇവൻ അവളോട് ഇത്രയും കൈൻഡ് ആയിട്ടും സ്നേഹത്തിലും ഇടപെടുന്നത് കണ്ട് ഇവൾക്കാണെങ്കിൽ അവനെ ചതിക്കാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവളുടെ ചുമതല അതാണല്ലോ, സോ നിവർത്തിയേട് കൊണ്ട് അവൾക്കത് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇവള് മിങ് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് അവന്റെ ഫിയാൻസിയെ കാണാനായിട്ട് ചെല്ലുന്നു. അവൾക്കാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫാങ്ങിനെ അറിയാലോ, മിങ്ങിനോടൊപ്പം അവളെയാണല്ലോ ആ റൂമിൽ അന്ന് അവള് കണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അവൾക്ക് നല്ല ദേഷ്യം വന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞതെന്ന് അവള് ചോദിക്കുന്നു. മിസ്റ്റർ മിങ് നിങ്ങൾക്ക് തരാനായിട്ട് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അത് തരാനായിട്ട് വന്നതാണെന്ന് ഫാങ് പറയുന്നു. അപ്പോ ആ പെണ്ണാണെങ്കിൽ ഫാങ് ഇട്ടേക്കുന്ന ഡ്രസ്സ് ശ്രദ്ധിച്ചിട്ട് ഇത് ഡി കമ്പനിയുടെ പുതിയ മോഡൽ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളും അതേ മിസ് നിങ്ങൾക്ക് വേണ്ടി ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഇട്ടതാണ് എന്ന് പറയുന്നു. അപ്പോ അവളാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു നോക്കിയിട്ട് ആരെങ്കിലും ഇട്ടതാണോ എനിക്ക് കൊണ്ടുതരുന്നത്, ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം എനിക്ക് തരാൻ അയാൾക്ക് എങ്ങനെ തോന്നി, ഇതേ കമ്പനിയുടെ ഡ്രസ്സ് തന്നെയല്ലേ നിനക്കും അയാൾ വാങ്ങിച്ചു തന്നത് എന്ന് ചോദിച്ച് ഇവളെ തല്ലിയിട്ട് വീട്ടിലെ വേലക്കാരിക്കും കെട്ടാൻ പോകുന്ന പെണ്ണിനും അയാൾ ഒരേ ഡ്രസ്സാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നിന്റെ മാസ്റ്ററിനോട് പോയി പറഞ്ഞേക്കണം മേല ഇമാതിരി സാധനങ്ങളും കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുതെന്ന്, ഈ കല്യാണം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് പോകുന്നു. ഫാങ്ങിന് അത് കേട്ട് നല്ല സന്തോഷമാവുന്നു, അവള് അത് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ അങ്ങോട്ട് എത്തിയത്. അതിനുശേഷം ആ ഒരു ഡ്രസ്സ് ഭയങ്കര സങ്കടത്തില് മിങ്ങിന് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോ അവനാണെങ്കിൽ ഇവളുടെ മുഖത്ത് അടി കിട്ടിയ പാട് കണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോ ഇവള് സർ നിങ്ങളുടെ ഫിയാൻസയ്ക്ക് ഇതുവരെ ദേഷ്യം മാറിയിട്ടില്ല, ഞാൻ കാരണമല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അല്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തവര് പിരിയുന്നത് തന്നെയാ നല്ലത്, നിനക്ക് ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറയുമ്പോൾ ഇവളും അവനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോകുന്നു.
അതിനുശേഷം നമ്മൾ കാണുന്നത് മിങ് ഫാങ്ങിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് അറിഞ്ഞ് മുത്തശ്ശൻ നല്ല കലിപ്പിലാണ്. നിന്നോടാരാ ഈ വേലക്കാരി അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞത്? കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാണ്. ഇവള് പോയത് കൊണ്ടല്ലേ ഈ കല്യാണം മുടങ്ങിയത് എന്ന് പറഞ്ഞ് അയാള് ഫാങ്ങിനെ കൂടി വഴക്ക് പറയുന്നു. അപ്പോ അത് കേട്ട് മിങ് മുത്തശ്ശ മതി, ഇവളെ ഇതില് കുറ്റം പറയേണ്ട കാര്യമില്ല. അവള് കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അല്ലെങ്കിൽ തന്നെ നടക്കാൻ കഴിയാതെ എന്നെയൊക്കെ ആര് കല്യാണം കഴിക്കാനാ? ആ പെണ്ണ് ഈ കല്യാണം സമ്മതിച്ചു തന്നെ താല്പര്യമില്ലാതെ ആയിരുന്നിരിക്കണം. ഇപ്പൊ അവർക്ക് ഒരു കാരണം കിട്ടിയപ്പോ അത് അവർ മാക്സിമം യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോ മുത്തശ്ശൻ ഇവനോട് അത് പോട്ടെ, നീ അത് സാരമാക്കണ്ട, നമുക്ക് വേറെ പെൺകുട്ടിയെ നോക്കാം, നീ അതോർത്ത് ഫീൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ ഫെലിക്സിനോട് നിന്നെ പോലെ ഒരുത്തനെ ഏത് സമയത്താണോ അതോ ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവനിക്കത് കേട്ടിട്ട് വലിയ കൂസലൊന്നുമില്ല, ഇളിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ മിഷൻ എന്തായാലും സക്സസ് ആയല്ലോ, ആ ഒരു കല്യാണം മുടക്ക് മാത്രമല്ല ഇവൻ ഈ ആട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നാൽ നമ്മുടെ ഫാങ്ങിനാണെങ്കിൽ മിങ്ങിന്റെ കല്യാണം മുടങ്ങിയതിൽ നല്ല വിഷമത്തിലാണ്. ഇവളെ കാരണമാണല്ലോ ആ ഒരു കല്യാണം മുടങ്ങിയത്. ഇവള് ആഗ്രഹിച്ചിട്ടല്ല, അവളുടെ ആ ഒരു ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ്. അതുകൊണ്ട് തന്നെ മിങ്ങിനോട് ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞ് അവനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവള് അല്ലെങ്കിലും ഇത് ഏതെങ്കിലും വഴിയിലൂടെ മുടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫെലിക്സിനോട് അങ്കിൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ, എന്റെ കല്യാണം മുടങ്ങിയില്ലേ, നിങ്ങൾ ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഫാങ് ആണെങ്കിൽ അവൻ പോകുന്നത് വളരെ സങ്കടത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഇവളോട് അവൻ അത്രയും നല്ല രീതിയിലാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇവൾ അവനിക്കിട്ട് ഒരു നല്ല പണിയാണ് കൊടുത്തത്, അതിന്റെ ഒരു കുറ്റബോധം ഇവൾക്കുണ്ട്. അപ്പോ ഫെലിക്സ് ആണെങ്കിൽ ഇവളുടെ കവളില് അടി കിട്ടിയ പാട് കണ്ട് ഐസ് ക്യൂബ് വെക്കാനായിട്ട് എടുത്തോണ്ട് കൊടുക്കുന്നു. നല്ല അടി കിട്ടിയോ എന്ന് അവൻ ചോദിക്കുമ്പോ ഇവള് മിഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ എന്ന് പറയുന്നു. എന്നിട്ട് മിങ്ങിനെ കുറിച്ച് എനിക്ക് അടി കിട്ടിയതോർത്ത് ഒരു വേദനയില്ല, പക്ഷെ ഞാൻ കാരണം ആ പാവം മനുഷ്യൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അദ്ദേഹം എന്നെ കുറ്റക്കാരിയാക്കിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോ ഫെലിക്സിന് അത് ഒട്ടും ഇഷ്ടപ്പെടാതെ നീ അവിടെ നിന്ന് പോയില്ലെങ്കിലും ഈ വിവാഹം മുടങ്ങും, ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇവൻ നിന്നെ യൂസ് ചെയ്തതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൾ അവനോട് എല്ലാരും നിങ്ങളെ പോലെ ആണോ എന്ന് ചോദിക്കുന്നു. അതായത് ഇവൻ ഇവന്റെ ആവശ്യത്തിന് വേണ്ടി ഇവളെ യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ അവനിക്കത് കേട്ട് നല്ല ഫീൽ ആവുന്നു. അപ്പോ അവളത് മനസ്സിലാക്കാതെ അവനോട് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു, നിങ്ങൾ തരാന്ന് പറഞ്ഞ ക്ലൂ പറയാനായിട്ട് പറയുമ്പോ ഇവൾ അവനെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അവന് നല്ല ഫീൽ ആയിട്ട് അത് കൊടുക്കാണ്ട് പോകുമ്പോ ഇവള് അവനെ തടഞ്ഞു നിർത്തിയിട്ട് അത് പറഞ്ഞിട്ട് പോകാനായിട്ട് പറയുന്നു. അപ്പൊ അവന് നല്ല ദേഷ്യം വന്ന് അവളെ ചേർത്ത് നിർത്തിയിട്ട് നിനക്ക് ക്ലൂ അല്ലേ വേണ്ടത്, ഞാൻ പറയാം എന്ന് പറയുമ്പോ അത് കണ്ടുകൊണ്ട് ലീ അങ്ങോട്ടേക്ക് വരുന്നു. അവര് നല്ല ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ലീ അങ്ങോട്ടേക്ക് ചെന്ന് നിങ്ങളുടെ കള്ളക്കളിയൊക്കെ ഞാൻ കണ്ടെത്തി, നിങ്ങൾ തമ്മിൽ എന്താ ലവ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഫെലിക്സ് പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്ന് ഒരു പ്രാണിയെ പിടിച്ചിട്ട് നീയാണോ എന്റെ റൂം ക്ലീൻ ചെയ്തത്, നിനക്കെന്താ കണ്ണില്ലേ, ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു വഴക്ക് പറയുന്നു. അപ്പോ അവൾക്കും അത് മനസ്സിലായിട്ട് സോറി സർ, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ലീ ആണെങ്കിൽ ഫെലിക്സിനോട് വന്ന് അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ എല്ലാം ഞാനൊരു ദിവസം കയ്യോടെ തൂക്കി ഞാൻ ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കും എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ലൈറ്റർ കത്തിക്കുന്നു. ആ ഒരു ശബ്ദം നമ്മുടെ ഫാങ് കേൾക്കുന്നു. കാരണം അന്ന് ഇവളുടെ ഫാമിലിക്ക് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ഇവളെ മാത്രമാണല്ലോ കുറച്ചെങ്കിലും ജീവനോടെ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു ഓയിലില് തീ വെച്ച് ഇവളെ കൊല്ലാനായിട്ട് അന്ന് മാസ്ക് വെച്ച് വന്ന വ്യക്തി ശ്രമിച്ചിരുന്നല്ലോ, അയാളും ഇതേപോലെ ആയിരുന്നു ലൈറ്റർ ഓൺ ചെയ്തിരുന്നത്. ആ ഒരു സൗണ്ട് ഇവളുടെ കാതുകളില് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീ ആണോ അന്ന് ഇവളുടെ ഫാമിലി ഇല്ലാതാക്കിയത് എന്നൊരു സംശയം ഇവൾക്ക് വരുന്നു. ഇവള് ഈ ഒരു കുടുംബത്തിലോട്ട് വന്നത് തന്നെ ആ ഒരു കൊലയാളിയെ തിരക്കിയാണല്ലോ. അപ്പൊ ഇവൾ എങ്ങനെ നോക്കുന്ന കാര്യം ഫെലിക്സ് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ലീ പോയി കഴിഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ലീ അല്ലേ എന്റെ കുടുംബത്തെ നശിപ്പിച്ചത്, അന്ന് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയുടെ കയ്യിലും ഇതേ ലൈറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്, മാത്രമല്ല ആ സൗണ്ടും ഇതേപോലെ ആയിരുന്നു, അവനല്ലേ ആ മാസ്ക് മാൻ എന്ന് ചോദിക്കുമ്പോൾ ഫെലിക്സ് നീ ഒന്ന് കൂളാവ് എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള അതേപോലത്തെ ലൈറ്റർ എടുത്ത് കാണിച്ച് ഇവനും അതേപോലെ തന്നെ തുറക്കുന്നു ആ ഒരു സൗണ്ടില്. ഇനി പറ അവനായിരിക്കും അത്? ഈ കുടുംബത്തിലെ എല്ലാവരുടെ കയ്യിലും ഈ ലൈറ്റർ ഉണ്ട്, എല്ലാവരും ഇതേപോലെ തന്നെയാണ് തുറക്കാറും, അതുകൊണ്ട് തന്നെ നീ അങ്ങനെ കൺഫേം ചെയ്യണ്ട. എന്തായാലും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കറക്റ്റ് ആയിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ട ക്ലൂ ഓരോന്നായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത മിഷൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാല് മിങ്ങിനോടൊപ്പം നീയും നാളെ മുതൽ ഓഫീസിലേക്ക് പോകണം. ആ ഓഫീസില് ഒരു ജോലി കൂടി എങ്ങനെയെങ്കിലും, പ്രത്യേകിച്ച് അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെയെങ്കിലും മാറണം. ആ ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫാങ് മിങ്ങിനോട് വന്ന് അല്ല സർ, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ കാര്യങ്ങളൊന്നും നേരെ ചുവേ നോക്കാൻ സാധിക്കില്ല, എന്നെ കൂടി ഓഫീസിൽ കൊണ്ടുപോവോ, ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എന്ന് പറയുമ്പോൾ മിങ് നിനക്കെന്താ ഓഫീസിൽ വരാൻ ആഗ്രഹമുണ്ടോ, എങ്കില് നീ നാളെ തൊട്ട് വന്നോളാനായിട്ട്
പറയുന്നു. അതിനുശേഷം ഇവള് പിറ്റേന്ന് അവനിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോ ലീ അങ്ങോട്ടേക്ക് ചെന്ന്, ഒരു വേലക്കാരിയായിരുന്ന നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ മാത്രം എന്റെ ചേട്ടന് നീ എന്ത് കൈവശമാ കൊടുത്തത് എന്ന് ചോദിച്ച് ഒരുമാതിരി സംസാരിക്കുന്നു. അപ്പോ ഫാങ് അവനോട്, സർ നിങ്ങളെ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയല്ല എന്ന് പറയുമ്പോ ഇവൻ, പിന്നെ അതെനിക്കറിയില്ലേ, നിന്റെ ഈ പാവം നടിച്ചുള്ള മുഖമൊക്കെ എന്റെ ചേട്ടനോട് കാണിച്ചാൽ മതി, എന്നോട് കാണിക്കണ്ട, അത് വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടനല്ല എന്ന് പറയുമ്പോ അങ്ങോട്ട് മിങ് വന്ന് ലീയോട്, ലീ ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതാണ് അവളെ ശല്യം ചെയ്യരുതെന്ന്, പിന്നെ നീ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവൻ, അതൊന്നുമില്ല ചേട്ടാ, ഞങ്ങള് ഒരു തമാശ പറഞ്ഞതാണ് എന്ന് പറയുമ്പോ ഇവളും, അതെ സർ പുള്ളി ഒരു തമാശ പറഞ്ഞതാ, ഞാനത് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് എല്ലാരും കൂടി ഓഫീസിലോട്ട് വരുന്നു. അങ്ങനെ ഇവര് ഓഫീസിലേക്ക് എത്തുമ്പോ ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള റാന അങ്ങോട്ടേക്ക് വന്ന്, സർ നിങ്ങളുടെ മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് ഒരു വേലക്കാരി അകത്തോട്ട് വരേണ്ട കാര്യമില്ല എന്ന് ഫാങ്ങിനോട് പറഞ്ഞ് അവളെ തള്ളിക്കളഞ്ഞിട്ട് റാന മിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോ അത് ഫാങ്ങിന് ഫീൽ ആയി എന്ന് മനസ്സിലാക്കി മിങ്, വേണ്ട ഇന്ന് മുതൽ ഫാങ് ആയിരിക്കും എന്റെ പേഴ്സണൽ സെക്രട്ടറി, എന്റെ സെക്രട്ടറിക്ക് എന്തായാലും അകത്തോട്ട് വരാം എന്ന് പറയുമ്പോ അവൾക്കത് കേട്ട് സന്തോഷാവുന്നു. സോ അവനെയും കൂട്ടിക്കൊണ്ട് അവള് അകത്തോട്ട് പോകുന്നു. കാരണം മിങ് ഇപ്പോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഫാങ്ങിനെയാണ്. എന്നാൽ അത് റാനയ്ക്കും അതേപോലെ തന്നെ ലീക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് ലീയോട് പരാതി പറയാൻ ചെല്ലുമ്പോ അവനാണെങ്കിൽ ഇത് ഓഫീസാണ്, നമ്മുടെ റിലേഷൻഷിപ്പ് ഇവിടെ ആരും കണ്ടെത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവളെ വിടുന്നു. അവരുടെ റിലേഷൻഷിപ്പ് വളരെ സീക്രട്ട് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഫാങ് മിങ്ങിനെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് വരുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ഫെലിക്സിന്റെ മുഖത്തേക്ക് ഒരു ഫയല് ദേഷ്യം വന്ന് എടുത്തെറിയുന്നു. അവനാണെങ്കിൽ അത് അങ്ങോട്ടേക്ക് വന്ന് ഫാങ്ങിന്റെ ദേഹത്തേക്ക് വീഴാതെ അവളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോ അവളാണെങ്കിൽ അത് മിങ്ങിന്റെ ദേഹത്തേക്ക് വീഴാതെ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ ഒരു ഫയല് കയറിക്കൊണ്ട് നമ്മുടെ ഫെലിക്സിന്റെ മുഖത്ത് പരിക്ക് പറ്റുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അതൊക്കെ വാരി പെറുക്കി എടുക്കുന്നു. അപ്പോ മിങ് മുത്തശ്ശനോട്, എന്താ കാര്യം, എന്ത് പറ്റി, എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ അയാള്, ഇവൻ നീ ചെയ്യുന്ന പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ നോക്കി, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവൻ അത് ചെയ്യും, അതിനു മാത്രം കഴിവൊക്കെ ഇവനക്കുണ്ടോ, ഞാനതെന്തായാലും തുറന്നു പോലും നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോ മിങ്, അതിനെന്താ മുത്തശ്ശ, നമ്മളൊക്കെ ഒരു ഫാമിലി തന്നെയല്ലേ, അങ്കിള് ആ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോ ഫെലിക്സ് ആണെങ്കിൽ അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോ മിങ്ങിന് എന്തോ ഒരു കാര്യം മുത്തശ്ശനോട് പറയാനുള്ളത് കൊണ്ട് തന്നെ ഫാങ്ങിനെ അവിടെ നിന്ന് മാറ്റണം. സോ അവളോട്, അങ്കിളിന്റെ മുഖത്ത് പരിക്ക് പറ്റിയിട്ടുണ്ട്, നീ അത് പോയി ഒന്ന് മരുന്ന് വെച്ചെടുക്കാനായിട്ട് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവളും അത് മരുന്ന് വെച്ചെടുക്കാനായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവനോട്, നിങ്ങളുടെ അച്ഛന് നിങ്ങളെ തീരെ ഇഷ്ടമല്ലാന്നറിയില്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും വായിരിക്കുന്ന കേൾക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്, ആ പ്രോജക്റ്റ് മിസ്റ്റർ മിങ്ങിനുള്ളതല്ലേ, അത് നിങ്ങൾ തട്ടിയെടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനിക്ക് നല്ല ദേഷ്യം വരുന്നു. നീ എന്താ വിചാരിക്കുന്നത്, എനിക്കത് ചെയ്യാനുള്ള കഴിവില്ലെന്നാണോ, എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ നീയും അത് അങ്ങനെയാണോ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവള്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. അപ്പൊ അവൻ ഇവളോട്, നീ ഇതൊക്കെ കണ്ട് പേടിക്കണ്ട, നീ പൂർത്തീകരിക്കണമെന്ന കാര്യം മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അവളുടെ കാലില് ഹീൽസ് ഇട്ട് മുറിവ് പറ്റിയിരിക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട്, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി നീ സ്വയം ശ്രദ്ധിക്കാൻ മറക്കരുത്, അവസാനം പരാതിയും കൊണ്ട് എന്റെ അടുത്തോട്ട് വരരുത് എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഒരു ടേക്ക് കെയർ വേണമെന്ന് ഇവളോട് അവൻ പറയുന്നത്. അങ്ങനെ ഇവള് വെളിയിലേക്ക് വരുന്ന സമയത്ത് ലീ ആണെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ നിൽക്കാണ്. മിസ്റ്റർ ലീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ഇവള് ചോദിക്കുമ്പോൾ, എന്റെ കണ്ണ് എപ്പോഴും നിന്റെ മോളിൽ തന്നെ ഉണ്ടായിരിക്കും, നീ എന്താ ഫെലിക്സ് ഇവിടുത്തെ യജമാനനാണെന്നാണോ കരുതിയിരിക്കുന്നത്, അതുകൊണ്ടാണോ അവന്റെ കൂടെ നിൽക്കുന്നത്, പക്ഷെ അവൻ ഇവിടുത്തെ ഒരു ബാസ്റ്റേർഡ് ആണ് എന്ന് പറയുമ്പോൾ ഇവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവള്, ഓ അപ്പൊ നീ ഇവിടുത്തെ ആരാ, നിന്റെ വാലായിട്ട് ഈ ഒരു കുടുംബ പേര് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നിനക്കിവിടെ പ്രത്യേകിച്ച് ഒരു വിലയില്ല എന്ന് പറയുമ്പോൾ അവനിക്കത് കേട്ട് ദേഷ്യം വന്ന് ഇവളെ തല്ലാനായിട്ട് വരുന്നു. അപ്പൊ ഇവളാണെങ്കിൽ, മിസ്റ്റർ മിങ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവളെ ഉപദ്രവിച്ചാല് ചേട്ടൻ ഇവനിക്കിട്ട് നല്ലത് കൊടുക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ചേട്ടനെ പേടിച്ച് അവൻ കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം ഇവള് മിങ്ങിനോടൊപ്പം ഓഫീസിലിരിക്കുന്ന സമയത്ത് അവനിക്കാണെങ്കിൽ ഒരു ക്ലയന്റിനെ കാണാനുണ്ട്, നീ ഇവിടെ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുന്നു. ഇവളുടെ ഡ്യൂട്ടി അവന്റെ കൂടെ ഇരുന്ന് അവന്റെ രഹസ്യങ്ങളെ ചോർത്തുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട്, എന്താ സർ നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ, നിങ്ങളുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും ഞാൻ കേൾക്കൂന്ന് പേടിച്ചാണോ, എങ്കില് ഞാൻ എന്റെ ഹിയറിംഗ് ഡിവൈസ് ഇവിടെ ഊരി വെക്കാണ്, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മിങ്ങും അവളോട്, ശരി നീയും വന്നോ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾക്ക് കാതു കേൾക്കാൻ കഴിയില്ല എന്നാണല്ലോ ഇവരൊക്കെ വിചാരിക്കുന്നത്. അപ്പോ ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കണ്ട് ലീ ഇവനോട്, ചേട്ടാ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ വന്നത്, നമ്മുടെ കാര്യങ്ങളൊക്കെ പുറത്തൊരു വ്യക്തി കേൾക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ മിങ്, ഇവൾക്ക് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല, അവളുടെ ഡിവൈസ് അവൾ ഊരി മാറ്റി വെച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ഇവര് സംസാരിക്കുമ്പോൾ ഫാങ്ങും ഒന്നും കേൾക്കാത്ത പോലെ നിൽക്കുന്നു. അതിനുശേഷം ഇവരുടെ ആ ഒരു ക്ലയന്റ് വരുന്നു. അപ്പോ അയാള് അതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവള് അയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ അടുത്തേക്ക്
റൂമിലേക്ക് ചെന്നിട്ട് ആ പ്രോജക്റ്റിലുള്ള എമൗണ്ട് നോക്കി മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ഒരു ക്ലയന്റ് ആണെങ്കിൽ അതൊക്കെ നോക്കി എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് മിങ് ഇവളോട് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ഇവളെ പെട്ടെന്ന് അത് കേട്ട പോലെ അവനെ കൊണ്ടുപോകാനായിട്ട് വരുന്നു. എന്നാൽ അപ്പോഴാണ് അവൾ അത് കേട്ടില്ല എന്ന ഭാവത്തിൽ നിൽക്കണമെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത്. എങ്കിലും അവൾ അങ്ങനെ മുന്നോട്ട് വന്നത് കൊണ്ട് തന്നെ സർ കഴിഞ്ഞു നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അവളോട് നമുക്ക് പോവാമെന്ന് പറയുന്നു. അപ്പൊ ഇവൻ വെളിയിൽ വന്നിട്ട് നിനക്ക് ശരിക്കും കാത് കേൾക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. നിനക്ക് കാത് കേൾക്കാം എന്ന പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ചിലപ്പോ എന്റെ മാത്രം തോന്നലായിരിക്കാം എന്നൊക്കെ പറയുന്നു. അവളാണെങ്കിൽ അതൊക്കെ കേൾക്കുന്നില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവള് അതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തായാലും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടെന്ന് അവള് മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം അവള് ഫെലിക്സിനോട് വന്ന ആ ഒരു എമൗണ്ടിന്റെ കാര്യം പറയുന്നു. അപ്പോ അവൻ ഇവളോട് നീ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ നിനക്ക് നല്ലൊരു ക്ലൂ തന്നെ ഞാൻ എടുത്തത് തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇവൾക്ക് സന്തോഷാവുന്നു. എന്നാൽ അപ്പോഴേക്കും മിങ് ഫെലിക്സിന്റെ റൂമിലോട്ട് വരുന്നു. അവൻ അങ്ങോട്ട് വരുമ്പോ തന്നെ ഇവനാണെങ്കിൽ അത് മനസ്സിലാക്കി ഫാങ്ങിനെ പെട്ടെന്ന് പിടിച്ച് കിസ് ചെയ്യുന്നു. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മിങ്ങിനോട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോ മിങ് ഫെലിക്സിനോട് മിസ് ഷിങ്ങിനെ കാണുന്നില്ല, ഇങ്ങോട്ടെങ്ങാനും വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഫെലിക്സ് നിന്റെ വേലക്കാരി എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ അവളെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അതിനുശേഷം അവൻ ഇവളോട് എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ അവള് നിങ്ങൾ പേടിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ ഉടനെ തന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്, പിടിച്ചു കഴിഞ്ഞാല് അവര് നിന്നെയല്ലേ കൊല്ലാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് അത് നല്ല ഫീൽ ആവുന്നു. കാരണം അവൻ ഇവളെ ഒറ്റും എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവള് നല്ല വിഷമിച്ച് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇവൻ അവളെ വിടാതെ പിടിച്ച് കിസ് ചെയ്യുന്നു. അപ്പോ അവള് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഞാൻ ഇന്ന് വളരെ നല്ല മൂഡിലാണ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവനൊരു ഗിഫ്റ്റ് എടുത്തു കൊടുക്കുന്നു. അവള് പുറത്തു വന്നിട്ടാണ് അത് എന്താണെന്ന് പരിശോധിക്കുന്നത്. വേറൊന്നും അല്ല, ഷൂസ് ആണ്. ഇവൾ ആ ഹീൽസ് ഒക്കെ ഇട്ട് ഇവളുടെ കാല് പൊട്ടിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഷൂസ് ആയിരിക്കും എന്ന് കരുതിയാണ് അവനത് ഇവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോ അത് കണ്ടിട്ട് ഇവള് എനിക്ക് ശരിക്കും നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് ചിന്തിക്കുമ്പോ ഇവൻ ഇവിടെ നീ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാത്തത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അവനിക്ക് ഇവളെ ഇഷ്ടമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി ഭയങ്കര റൂഡായിട്ടാണ് എന്ന് മാത്രം. അതിന് കാരണം ഇവന് എന്തെങ്കിലും ബന്ധം ഫാങ്ങിനോട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിലുള്ളവര് അവളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതോടുകൂടി ഈ പാർട്ട് അവസാനിക്കുന്നു. ഈ ഡ്രാമ നമ്മൾ 2 പാർട്ടായിട്ട് ആയിരിക്കും ഇടുന്നത്, കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.